കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ നടത്തിയ ആക്രമണ ശ്രമങ്ങളെ ഫലപ്രദമായി ഇന്ത്യ പ്രതിരോധിച്ച വാർത്ത എല്ലാവരും അറിഞ്ഞതാണ്. ജമ്മുവിൽ ഡ്രോൺ ആക്രമണം ഉണ്ടായി. 50ഓളം ഡ്രോണുകൾ ഇന്ത്യൻ സേന തകർത്തു. അതുപോലെ 8 മിസൈലുകൾ ഇന്ത്യൻ സേന തകർത്തു. 3 യുദ്ധവിമാനങ്ങൾ ഇന്ത്യൻ സേന തകർത്തു. പാകിസ്ഥാന് കനത്ത തിരിച്ചടിയാണ് നൽകിയത്. പാകിസ്ഥാൻ്റെ ഇന്ത്യയെ ആക്രമിക്കാനുള്ള, ഇവിടെ സിവിലിയൻസിന് കാഷ്വാലിറ്റീസ് ഉണ്ടാക്കാനുള്ള അവരുടെ ശ്രമങ്ങളെ ഇന്ത്യ അമ്പേ പരാജയപ്പെടുത്തിയപ്പോൾ എങ്ങനെയാണ് ഇത് ഓപ്പറേറ്റ് ചെയ്തത് എന്ന് വിശദീകരിച്ചിരുന്നു സൈന്യം. നമ്മൾ ഉപയോഗിച്ചത് നമ്മുടെ എയർ ഡിഫൻസ് സിസ്റ്റം S-400 എന്നറിയപ്പെടുന്ന സുദർശൻ ചക്ര എന്ന സംവിധാനമാണ്. S-400 വ്യോമസേന ഇട്ടിരിക്കുന്ന പേരാണ് സുദർശൻ ചക്ര. ഇതാണ് ഇന്ത്യയെ ഇവരുടെ ഈ പാകിസ്ഥാൻ്റെ എല്ലാ ആക്രമണങ്ങളെയും ചെറുക്കാൻ പ്രാപ്തമാക്കിയത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ലോകത്തിലെ ഏറ്റവും നൂതനമായ ദീർഘദൂര വ്യോമ പ്രതിരോധ സംവിധാനങ്ങളിലൊന്നാണ് നമ്മുടെ ഈ S-400 എന്ന സുദർശന ചക്ര. ഇത് റഷ്യയാണ് നിർമ്മിച്ചത്. റഷ്യ നിർമ്മിച്ച് നമ്മുടെ ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ കമാൻഡുമായിട്ട് ഇത് സംയോജിപ്പിച്ചിരിക്കുകയാണ്. ഇതൊരു ഇൻ്റഗ്രേറ്റഡ് സംവിധാനമാണ്. സ്റ്റെൽത്ത് വിമാനങ്ങൾ, ക്രൂയിസ് മിസൈലുകൾ, ഡ്രോണുകൾ, സ്ട്രാറ്റജിക് ബാലിസ്റ്റിക് മിസൈലുകൾ, ഇങ്ങനെ വിവിധ വ്യോമ ഭീഷണികളെ നമുക്ക് ഫലപ്രദമായി കണ്ടെത്തി നേരിടാൻ ഈ സംവിധാനത്തിന് സാധിക്കും എന്നുള്ളതാണ്. നമുക്കറിയാം, കഴിഞ്ഞ ദിവസം 50 ഡ്രോണുകളാണ് ഇന്ത്യ തകർത്ത് കളഞ്ഞത്. 8 മിസൈലുകളും. ഇതൊരു ചെറിയ കാര്യമല്ല. 360 ഡിഗ്രിയിൽ നിരീക്ഷണം നടത്താൻ, അതായത് ഏത് ആംഗിളിൽ നിന്ന്, ഏത് കോണിൽ നിന്ന് ആകാശം വഴി ആക്രമണം വന്നാലും അത് കണ്ടെത്താൻ നമുക്ക് ഈ സംവിധാനത്തിലൂടെ സാധിക്കും. ഒരു മൾട്ടി ബാൻഡ് ഫേസ്ഡ് അറേ റഡാറുകളുടെ ഒരു ശൃംഖല, അതായത് നിരവധി റഡാറുകളുടെ ഒരു ശൃംഖലയാണ് അതിനകത്തുള്ളത്. നമുക്കിത് റഡാറുകളുടെ ഒരു ശൃംഖല ഉള്ളതുകൊണ്ട് നമുക്കിത് കണ്ടെത്താൻ സാധിക്കും. എവിടെ നിന്നാണ് ആക്രമണം വരുന്നത്, നമ്മുടെ റഡാറിൻ്റെ പരിധിയിലേക്ക് എവിടെ നിന്ന് ആകാശം വഴി ആക്രമണം വന്നാലും നമുക്കത് കണ്ടെത്താൻ സാധിക്കും. അതുപോലെ 600 കിലോമീറ്റർ അകലെ നിന്ന് ഒരേ സമയം 300 ലക്ഷ്യങ്ങൾ വരെ നമുക്ക് ട്രാക്ക് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അതായത് ഈ 600 കിലോമീറ്റർ പരിധിയിൽ എവിടെ നിന്ന് വന്നാലും 300 ലക്ഷ്യങ്ങൾ വരെ നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ട്രേസ് ചെയ്യുക, ട്രാക്ക് ചെയ്യുക. അങ്ങനെ ഭീഷണി തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, ഒരു ആയുധം നമ്മുടെ രാജ്യത്തിന് നേർക്ക് വരുന്നുണ്ട്, നമ്മുടെ രാജ്യത്തെ ഏതെങ്കിലും ഒരു പ്രത്യേക പ്രദേശത്തിന് നേർക്ക് ആകാശത്തിലൂടെ വരുന്നുണ്ട്, ഒരു മിസൈൽ വരുന്നുണ്ട് എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു കമാൻഡ് സെൻ്റർ ഉണ്ട്. ഈ കമാൻഡ് സെൻറ്റർ അതിൻ്റെ ആയുധപ്പുരയിൽ നിന്ന് ഒപ്റ്റിമലായിട്ടുള്ളൊരു മിസൈൽ, അതായത് ഇങ്ങോട്ട് ആക്രമിക്കാൻ വരുന്ന മിസൈലിന് ചേർന്നത്, അതിനെ തകർക്കാൻ പ്രാപ്തിയുള്ള ഏറ്റവും സ്യൂട്ടബിളായിട്ടുള്ള ഒരു മിസൈൽ തിരഞ്ഞെടുത്ത് തിരിച്ചയച്ച് അതിനെ തകർക്കുക എന്നുള്ളതാണ് ചെയ്യുന്നത്. ഇതിൽ ഓരോ മിസൈലും ഇനേർഷ്യൽ, ആക്റ്റീവ്, പാസീവ് ഹോമിംഗ് സാങ്കേതിക വിദ്യകളുടെ സംയോജനത്തിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അതായത് ഒരു പോരാട്ട സാഹചര്യത്തിൽ S-400 ഒരേ സമയം 36 ലക്ഷ്യങ്ങളെ വരെ ആക്രമിക്കാനും കഴിയും. വിവിധ തരത്തിലുള്ള ഭീഷണികൾ, അതായത് വിവിധ തരത്തിലുള്ള മിസൈലുകൾ നമുക്ക് അതിനെ നേരിടാനും നമുക്ക് വിക്ഷേപിക്കാനും കഴിയും. നമ്മുടെ വിദൂര ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അതായത് 40 N6 എന്ന് പറയുന്ന സംവിധാനം 400 കിലോമീറ്റർ വരെയുള്ള ലക്ഷ്യങ്ങളെ നമുക്ക് നേരിടാൻ പറ്റും. അതുപോലെ 48 N6DM 250 കിലോമീറ്റർ വരെയുള്ളതിനെ നമുക്ക് നേരിടാൻ പറ്റും. ഫൈറ്റർ ജെറ്റുകൾ, അല്ലെങ്കിൽ അതുപോലെ വളരെ കൃത്യതയുള്ള യുദ്ധോപകരണങ്ങൾ, വേഗതയുള്ളതും പെട്ടെന്ന് വരുന്നതും ചടുലത ഉള്ളതുമായിട്ടുള്ള പ്ലാറ്റ്ഫോമുകൾ, അതിനെ തകർക്കാൻ നമ്മൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് 9M96E E2 120 കിലോമീറ്റർ വരെയാണ് അതിൻ്റെ പരിധി. അതുപോലെ ഈ വളരെ ഉയരത്തിൽ പറക്കുന്ന ബാലിസ്റ്റിക് മിസൈലുകളെ നമുക്ക് തകർക്കാൻ പറ്റും. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമുക്ക് 30 കിലോമീറ്റർ വരെ ഉയരത്തിൽ ഈ സംവിധാനം പ്രവർത്തിക്കാൻ പറ്റും എന്നുള്ളതാണ്. കാര്യം നമ്മൾ ഈ പറഞ്ഞതുപോലെ ആകാശം എന്നൊരു സംവിധാനം, ഒരു ഭീഷണി വരുന്നു, ഒരു ആക്രമണം വരുന്നു, അതിനെ നമ്മൾ ട്രേസ് ചെയ്യുന്നു, നമ്മൾ ട്രാക്ക് ചെയ്യുന്നു, കണ്ടെത്തിയാൽ പിന്നെ കമാൻഡ് സെൻറ്ററിൽ നിന്ന് ഒരു കമാൻഡ് പോകുന്നത് അതിന് സ്യൂട്ടബിൾ, അതിനെ തകർക്കാൻ, നമുക്കെതിരെ വരുന്ന ഏത് തരം മിസൈലാണോ അതിനെ തകർക്കാൻ പ്രാപ്തമായ ഒരു ആയുധം തിരഞ്ഞെടുക്കുന്നു, നമ്മൾ അതിന് നേരെ പ്രയോഗിക്കുന്നു, ആകാശത്ത് വെച്ച് തന്നെ അതിനെ ഇല്ലാതാക്കുന്നു എന്നുള്ളതാണ്. പാകിസ്ഥാൻ്റെ ഈ ആക്രമണത്തിന് ഇടയ്ക്ക് നമ്മുടെ ഈ പറഞ്ഞ ഇൻ്റഗ്രേറ്റഡ് കൗണ്ടർ UAS ഗ്രിഡും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും അതാണ് ഏറ്റവും ഫലപ്രാപ്തിയോടെ നമുക്ക് അവരുടെ ആക്രമണങ്ങളെ ചെറുക്കാൻ നമ്മളെ പ്രാപ്തരാക്കിയെന്നുള്ളൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ ചുരുക്കത്തിൽ അതിൻ്റെ സ്പെഷ്യാലിറ്റീസ് ഒന്നുകൂടെ പറയാം. ഒരു മൾട്ടി ടാർഗറ്റ് കേപ്പബിലിറ്റി, അതായത് ഒരേ സമയം നമുക്ക് പല ടാർഗറ്റുകളെ നമുക്ക് ലക്ഷ്യം വയ്ക്കാം, പല ടാർഗറ്റുകൾ നമുക്ക് തകർക്കാൻ പറ്റും. അതായത് 36 ടാർഗറ്റ്സ് സിമിൾട്ടേനിയസ്ലി ഒരേ സമയം നമുക്ക് ഈ സംവിധാനത്തിൽ നമുക്ക് ലക്ഷ്യം വയ്ക്കാൻ പറ്റും. അതിൽ 72 മിസൈലുകൾ ഉൾപ്പെടുത്തി ചെയ്യാനും പറ്റും. അതായത് 36 ടാർഗറ്റുകൾ, 72 മിസൈലുകൾ ഒരേ സമയം.
അതുപോലെ ഇതിൻ്റെ ഒരു റേഞ്ചാണ് 400 കിലോമീറ്റർ വരെ റേഞ്ചിൽ നമുക്ക് ഈ ബാലിസ്റ്റിക് മിസൈൽസ് ഒക്കെ വരുന്ന സമയത്ത് നമുക്കതിനെ തകർക്കാൻ പറ്റും. അതുപോലെ ഇതിൻ്റെ ഒരു ആൾട്ടിറ്റ്യൂഡ് 5 മീറ്റർ തൊട്ട് 30 കിലോമീറ്റർ വരെയാണ് ഇതിൻ്റെ ഒരു ആൾട്ടിറ്റ്യൂഡ് പരിധി. ഈ പറഞ്ഞ പൊക്കത്തിനിടയ്ക്ക് വരുന്ന ഭീഷണികളെ നമുക്ക് ചെറുക്കാൻ പറ്റും എന്നുള്ളതാണ്. അതായത് എത്രത്തോളം ഉന്നതിയിലാണ്, എത്രത്തോളം മികച്ചതാണ് നമ്മുടെ ഈ എയർ ഡിഫൻസ് സംവിധാനം, വ്യോമപ്രതിരോധ സംവിധാനം എന്നുള്ളത് നമ്മളിപ്പോൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു. S-400 എന്ന് അറിയപ്പെടുന്ന ഈ സംവിധാനം, ഇതിനെ വ്യോമസേന വിളിക്കുന്നത് സുദർശൻ ചക്ര എന്നാണ്. ഇതിപ്പോൾ നമ്മുടെ ഈ യുദ്ധത്തിൽ പാകിസ്ഥാനുമായി ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്ന ആക്രമണ പ്രത്യാക്രമണങ്ങൾക്കിടെ പാകിസ്ഥാൻ്റെ ഏത് നീക്കവും തകർക്കാൻ, ആകാശം വഴിയുള്ള ഏത് നീക്കവും തകർക്കാൻ നമ്മളെ ഈ S-400 അത്രത്തോളം സഹായിക്കും. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.